സോക്സ് എവിടെ പോയി? കമല, എന്റെ മറ്റേ സോക്സ് എവിടെ? അത് അവിടെ എവിടെയും കാണും. അവിടെ കമ്മീഷണർ വെയിറ്റിംഗാ, അറിയോ നിനക്ക്? എടി കമലേ, എന്തൊരു കഷ്ടം അത്. എന്താണ്? എന്റെ സോക്സ് കാണുന്നില്ല. അതെ, ഇന്നിപ്പോ ഒരു സാവാർ ചെരുപ്പിട്ട് പോയാൽ എന്താ കുഴപ്പം? അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ എന്തിനാ ഷൂ? ഇനി പത്ര അത്യാവശ്യമാണെങ്കിൽ പോണ വഴിക്കെന്നെ മേടിച്ചിട്ടോ. എന്തൊരു കഷ്ടം. ഓ, ഇതൊക്കെ എങ്ങനെ നിർമ്മിക്കണതാണാവോ? അതാ വണ്ടി വന്നു. പോണേ. ഭക്ഷണം ഉണ്ടാക്കാനും അറിയില്ല, വീട് നോക്കാനും അറിയില്ല. ഇവളൊക്കെ തന്നെയാണ് നാട് ഭരിക്കേണ്ടത്. നീ ഇന്ന് പണിക്ക് പോയില്ലേ? ആരെന്ത് ചെയ്താലും നിങ്ങൾ എതിർത്തോളണം. അതല്ല, എന്റെ ശാന്തിച്ച് ആദ്യം യാത്രക്കുള്ള സൗകര്യം ഉണ്ടാക്കാണ് വേണ്ടുന്നത്, അല്ലാതെ ആടിനെയും കൂടിനെയും കൊടുത്ത് നാട്ടുകാരെ പറ്റിക്കലല്ല. ആരെങ്കിലും എന്തെങ്കിലും കൊടുത്തോട്ടോ, വെറുതെ പൊള്ളു നോണി പറയാതെ ഒന്ന് കാശ് കൊടുത്ത് എണീറ്റ് പോവാൻ നോക്ക്. മൂപ്പരോക്കേടെ ആളാണേ. കഴിഞ്ഞ തവണ നിങ്ങൾക്ക് ഭരണം കിട്ടിയപ്പോഴേ ഈ യാത്രാ പ്രശ്നം പരിഹരിക്കായിരുന്നല്ലോ, എന്താ ചെയ്തില്ല? ആ ചെക്കൻ അവിടെ പട്ടിണി കിടന്ന് ചാവുമ്പോ ബസ് വരുമെന്നാ നാട്ടുകാർ പറയുന്നത്. പോവാ. ഇന്നെന്താ വൈകിയത്? ഇന്നെന്താ കൊണ്ടുവന്ന് കുറുക്കപ്പേരിനെ പോലെ ഒടുക്കത്തെ കുറുക്കപ്പേര്. ഉമ്മാക്ക് കക്കൂസ് പാസ്സായിട്ടുണ്ടായിരുന്നല്ലോ, അതിന്റെ പണിയൊക്കെ കഴിഞ്ഞിക്കണ്. ഇപ്പൊ ചെക്കന് വന്നപ്പോ തരാൻ പറ്റൂല. പണിയൊക്കെ തീർന്നല്ലേ? പണിയൊക്കെ കഴിഞ്ഞതാണെന്ന്. പിന്നെന്താ അവർക്ക് പൈസ തരാൻ ബുദ്ധിമുട്ട്? അതെ, വിഒ വന്ന് നോക്കിയപ്പോൾ അവർ പറഞ്ഞു ഇത് ലൂസ് ചെയ്തതാണെന്ന്, പഴയതാണെന്ന്. ഇനിയിപ്പോൾ പഞ്ചായത്ത് മെമ്പറുടെ സാക്ഷ്യപത്രം ഇല്ലാണ്ട് കാശ് തരൂലാന്ന്. എൻ്റെ ഉമ്മ അപ്പം മുഴുവനും കെട്ടിയിട്ട് ഉപയോഗിച്ചപ്പോരായിരുന്നോ? കുടിയിൽ കക്കൂസിൻ്റെ പണി മുഴുവനും കഴിഞ്ഞിരിക്കുമ്പോൾ തൂറാൻ മുട്ടിയാൽ പിന്നെ വില്ലേജ് ഓഫീസറേയും കാത്തു വെക്കാൻ പറ്റും മോളെ. അതെ, ഓക്കെ ഒന്ന് ഇങ്ങോട്ട് വന്നോട്ടെ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ കാര്യം ഇന്ന് ഇവിടുന്ന് ശരിയാക്കിയിട്ട് കാശ് വീട്ടിലെത്തിച്ചേരും. ഞാൻ അത്രയും ബുദ്ധിമുട്ടായിട്ടാ. സാരമില്ല, ശരിയാക്കാം. ശരി. ഈ ആടും കോഴിയും പാസ്സായിട്ടുള്ള ആളുകളുടെ പേര് വിളിക്കുമ്പോൾ ഒന്ന് പഞ്ചായത്തിന് മുമ്പിലേക്ക് നിൽക്കണേ. പള്ളത്ത് ശങ്കരൻ. പള്ളത്ത് ശങ്കരന് ആടാ? ശങ്കരൻ എന്തിനാ ആട്? ആച്ചത്ത് രാമൻ നായർ. ആടാ? കക്കാട്ടിൽ ചിന്നമ്മ. മെമ്പറെ, ഒരു സംശയം. നിങ്ങളുടെ ഈ ലിസ്റ്റിൽ 2 ചിന്നമ്മ മൈലനുണ്ടോ അതോ ഒരു ചിന്നമ്മ മൈലനേ ഉള്ളൂ? എന്തേ? അല്ല, നിങ്ങളിപ്പോൾ പേര് വിളിച്ചപ്പോൾ കയ്യും പൊക്കി പിടിച്ചോണ്ട് പോയത് ഒരു ചിന്നമ്മ മൈലനാണ്. പഞ്ചായത്തിൽ ആടിന് അപേക്ഷ കൊടുത്ത ചിന്നമ്മ മൈലൻ ഞാനാണ്. ഇതിൽ ആർക്കാണ് ആടിനെ അനുവദിച്ചത്? എനിക്കോ അതോ അവക്കോ? അല്ല, ഇനിയിപ്പോൾ 2 പേരുണ്ടെങ്കിൽ ഞാൻ വിട്ട് ഉണ്ടോ? ലിസ്റ്റില് ഒരു ചിന്നമ്മ മൈലനേ ഉള്ളൂ. രേഖകൾ നോക്കി അവർക്ക് ആടിനെ കൊടുക്കും. അപ്പൊ ആടിനെ അനുവദിച്ചത് എനിക്കാ. അവളെ കലക്കൽ വെള്ളത്തിൽ മീൻ പിടിക്കാൻ വന്ന് നിൽക്കുന്നോളാ. അവളെ ഇങ്ങോട്ട് വിളിക്കുക, ഞാൻ ഇങ്ങോട്ട് അല്ല. അതെ, ഞാൻ അവിടെ നിൽക്കണം എന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം. നിങ്ങൾക്ക് ആട് പാസ്സായിട്ട് നിങ്ങൾ മേടിച്ചോണ്ട് പോകാൻ നോക്ക്. എനിക്ക് ആട് പാസ്സായിട്ടുണ്ടെന്ന് എന്റെ മെമ്പർ വിളിച്ച് പറഞ്ഞിട്ട് തന്നെയാ ഞാൻ വന്നത്. നിങ്ങൾ ആടിനെ വാങ്ങിച്ചോണ്ട് പോ. അതിന് തന്നെയാ വന്നിരിക്കുന്നത്. അയ്യോ, നിങ്ങൾ എന്റെ മേക്കട്ട് കയറാൻ ഞാനല്ലല്ലോ, നിങ്ങളല്ലേ നടത്തുന്നത്. എന്താ ഒരു പഞ്ചായത്ത് ഓഫീസല്ലേ ഇവിടെ ഇങ്ങനെ കിടന്ന് വെച്ചെടുക്കാൻ? കാര്യം പറയണ്ടേ? കാര്യം പറയണ്ട, നിർത്തിക്കോ. അതെ, ഓക്കെ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം.
പ്രശ്നം പറ. മെമ്പറെ, എനിക്ക് പാസ്സായ ആടിനെ ഞാൻ ആർക്കും കൊടുക്കത്തില്ല. അതിനുവേണ്ടി ഇവിടെ ആരും മെനക്കെട്ട് നിൽക്കുകയും വേണ്ട. ഒന്ന് പോകാളെ ഇവിടുന്ന്. നിങ്ങളുടെ ആടിനെ ആർക്ക് വേണം? ഞാനും കൊടുത്തതാ അപേക്ഷ. ആ ആടിനെ മേടിക്കാനാ ഞാൻ വന്നത്. അതെ, നിർത്തിയേ, രണ്ടും മിണ്ടരുത്. ഓക്കെ, സംഭവം മനസ്സിലായോ? ഇത് കൊടുക്കൽ ചിന്നമ്മ, അത് മേടിക്കൽ ചിന്നമ്മ. അതെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പൊ പാസ്സായേക്കണ ആടിനെ ആദ്യം അപേക്ഷ നന്നാക്കി തരാം. ബാക്കി അടുത്ത ട്രിപ്പിന്. ഇനിയിപ്പോ ഒരാടേ കിട്ടിയുള്ളൂ എന്ന് വെക്ക്. നിങ്ങളൊരു ഭർത്താവിന്റെ 2 ഭാര്യമാരല്ലേ? അതെ. അപ്പൊ സ്നേഹത്തോടെ ജീവിക്കാനുള്ള ഒരു മനസ്സുണ്ടാക്ക്. ഭർത്താവ് ജീവിച്ചിരുന്നപ്പോൾ ഉള്ള ഫോർമുല തന്നെ മതിയല്ല നമുക്കിവിടെ. ഒരു ദിവസം ആടിനെ നിങ്ങൾ കറക്കണേ, അടുത്ത ദിവസം അവര് കറക്കട്ടെ. അതിന്റെ അടുത്ത ദിവസം നിങ്ങൾക്ക് തന്നെ പിന്നെയും കറക്കാല്ല. മയിലേട്ടനുള്ളപ്പോഴും അങ്ങനെയൊക്കെ തന്നെയല്ലേ ചെയ്തത്. അത് കണ്ടാലേ മയിലേട്ടൻ മോളിൽ നിന്ന് സന്തോഷിക്കുള്ളൂ. അപ്പൊ വഴക്കിടണ്ട. അപ്പൊ ഈ ആടിനെ ചേച്ചി കൊണ്ടോ കേട്ടാ. പോയിക്കോ ചെല്ലി. ഈ മയിലെന്റെ ഒരു കാര്യം. എടാ ദാസ, ഓരോ വാർഡിന്ന് ഒരു 100-300 പേര് ഇറങ്ങി കിട്ടിയ ജാഥ വിജയിച്ചു. വരുമല്ല കേട്ടോ, ആളുകൾ ഒഴുകി വരും, അത് ഉറപ്പാ. അങ്ങനെ വന്നാൽ ജാഥ കഴിയുമ്പോഴേക്കും നാട് മുഴുവൻ അവനെതിരാണെന്ന് അവൻ തിരിച്ചറിയും. അതോടെ അവൻ്റെ ആഫീസ് കൂട്ടും. പിന്നെ അവനെ ഇളകാൻ പറ്റില്ല, വിട്ടിട്ട് ഓടിക്കോളും. ഈ പ്രഷർ നമ്മൾ ഇലക്ഷൻ കഴിയുന്നവരെ നിലനിർത്തിയ പിന്നെ ഒരു ചുക്കും പേടിക്കാനില്ല. അത് കറക്റ്റാണ്ടാ. അവനൊരു ഭരണക്കാരൻ. തൂറാത്തം തോറുമ്പോ തീട്ടം കൊണ്ടാറട്ടെന്ന് കേട്ടിട്ടില്ലേ? അതത് കേസ്. ഇക്കണക്കിന് ഉറപ്പാ വല്ലപ്പോ തന്നെ അടുത്ത പ്രസിഡന്റ്. എന്തായാലും ജാഥ കഴിയട്ടെ. ഇത് ഏറ്റില്ലെങ്കിൽ വേറെ പരിപാടി. പ്രതിപക്ഷത്തിൻ്റെ ജാഥയിലെ ജനപങ്കാളിത്തം പാർട്ടി വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. അവരുന്നയിക്കുന്ന ആവശ്യങ്ങൾ, അവരുടെ നിരാഹാര സമരം, ഇതെല്ലാം ന്യായമാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ പാർട്ടിക്കും ഭരണസമിതിക്കും വലിയ ക്ഷീണമാണ്. അതുകൊണ്ട് യാത്രാ സൗകര്യത്തിന് വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് ആലോചിക്കണം. അതിന് പാർട്ടിയുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരിക്കും. മാഷേ, നമ്മൾ ബസ് ഉടമകളും KSRTC ഒക്കെ ആയിട്ട് സംസാരിച്ച് നമ്മുടെ നാട്ടിൽ അതൊന്നും വർക്കൗട്ട് ആവില്ലെന്ന് അവർ പറയണം. പിന്നെ നമ്മുടെ പാർട്ടിക്ക് ഒരു MLA ഇല്ല, സംസ്ഥാന ഭരണവും ഇല്ല. അപ്പോൾ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയിട്ട് അടുത്ത കാലത്തങ്ങ് ഈ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതിനൊരു വഴിയുണ്ട്. ബസ് എടുക്കാൻ ലോൺ കിട്ടും, പഞ്ചായത്ത് വിചാരിച്ചാൽ പെർമിറ്റും. നമുക്കൊരു ബസ് എടുത്ത് സർവീസ് തുടങ്ങിയാൽ നമ്മുടെ നാട്ടിലെ യാത്രാക്ലേശവും പരിഹരിക്കപ്പെടും, സമരവും അവസാനിപ്പിക്കുക. പിന്നെ നാടിന് വേണ്ടി നല്ലൊരു കാര്യം ചെയ്തെന്നുള്ളൊരു പേരും നമുക്ക് കിട്ടും. അതൊരു നല്ല വഴിയാണ്. പിന്നെ നമ്മൾ ഈ നാട്ടിൽ ബസ് സർവീസ് തുടങ്ങിയ നമ്മുടെ ഭരണസമിതി ചരിത്രത്തിന്റെ ഭാഗവും. പിന്നെ ഒരു കാര്യം, എടുക്കുന്നത് ലോണാണ്, ബാധ്യതയും ഉത്തരവാദിത്വവുമുണ്ട്. ലോണിൻ്റെ പേരിൽ ഭരണസമിതിക്കോ പാർട്ടിക്കോ ഒരവമതിപ്പും ഉണ്ടാകാൻ പാടില്ല. ബസ്സുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവാദിത്വവും പാർട്ടി ഏൽക്കില്ല. ഇയാളല്ലേ കുറച്ചു നേരം മുമ്പ് പാർട്ടിയുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും പറഞ്ഞത്, എന്നിട്ടിപ്പോ കാര്യം അറിയാം. മുന്നറിയിപ്പായി കണ്ടില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനാണ് ഈ വെറുവേട് കുറെ കേട്ട് കഴിയുമ്പോൾ നിർത്തിക്കൂടാ. നല്ല ഇങ്ങോട്ട് കേൾക്കട്ടെ. അത് ഇവിടെ സർക്കാർ വിചാരിച്ചിട്ട് മര്യാദയ്ക്ക് ബസ് ഓടിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് അവൻ ബസ് എടുക്കാൻ പോകുന്നത്. അത് ഈ നാട്ടിലേ ഇത്രയും നാളൊരു തുണിക്കട ഉണ്ടായിരുന്നോണ്ട് സുഖമായിട്ട് ജീവിച്ചു. രാഷ്ട്രീയം കളിക്കാൻ പോയി, അത് ഒരു വഴിക്കായി. ആരെങ്കിലും ഓക്കെ എന്ന് പറഞ്ഞങ്ങോട്ട് പൊക്കിയാൽ മതി. പിന്നെ അവൻ എല്ലാം കൂടെ അങ്ങോട്ട് തലയിലെടുത്ത് വെച്ചോളൂ. ഇതിപ്പോൾ ഒരു ബസ്സാണെങ്കിൽ വേണ്ടില്ല, 2 ബസ്സേ. എൻ്റെ പൊന്നു ചന്ദ്രു, ഒരു ബസ്സും വേണ്ട, തേങ്ങയും വേണ്ട. ലാസ്റ്റ് പുലിവാല് പിടിക്കാൻ പോകുന്നത് നീയായിരിക്കും. അതെന്ത് വർത്താനമാണെന്ന് ഞാൻ പറഞ്ഞത്? അളിയനതൊരു വരുമാന മാർഗമാവൂലേ? ഈ മെമ്പറാന്നും പറഞ്ഞ് നടന്നിട്ട് എന്താണ് കാര്യം? ഏതെങ്കിലും ഒരു നല്ല കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണ് കിട്ടുമോ? ബസ് ഓണറാന്ന് പറഞ്ഞു നോക്ക്, പെണ്ണുങ്ങൾ ക്യൂ നിൽക്കും. എൻ്റെ അമ്മ എന്നോട് എൻ്റെ നാട്ടിൽ മെമ്പറായിട്ട് നിൽക്കാൻ പറഞ്ഞാണ്. ഞാൻ നിന്നില്ല, മെനകെട്ട പരിപാടി. അച്ഛൻ അവിടെ മെമ്പറായിട്ട് എന്താണ് കാര്യം? ഫുൾ ടൈം ഇവിടെ പണിക്ക് ഉണ്ടായ കണ്ണി ഞാൻ കുത്തി പൊട്ടിക്കും. ഒരു ഗൗരവമുള്ള കാര്യം പറയണ എൻ്റെ ഇടയിൽ. ഓ പിന്നെ അളിയ, ഈ മെമ്പറായി കിട്ടണ എന്താണ് 7500 രൂപയല്ലേ? അതിന് ഈ നാട്ടുകാരൻ മുഴുവൻ തന്തക്ക് വിളിയും തള്ളക്ക് വിളിയും കേൾക്കണ്ടേ? അളിയും ബസ് എടുക്ക്, പക്ഷെ വെള്ളപ്പേൻ്റെ അടിക്കണോട്ടാ. എടി, അല്ലെങ്കിൽ ആക്സിഡന്റ് ഉണ്ടാവുമെന്ന് വിവരമുള്ള ഒരു സർക്കാരും പറയുമ്പോൾ നമ്മളത് കേൾക്കണ്ടേ? നിങ്ങൾ
എന്ത് പൊട്ടത്തിനൊക്കെ പറയുന്നേ? അളിയാ അളിയൻ ബസ് എടുക്കണേ, ഞാൻ നോക്കി നടത്തിക്കോളാം. അയ്യോ എന്റെ പൊന്നോ, നിങ്ങൾ ഏറ്റെടുക്കാൻ നിൽക്കല്ലേ. നിങ്ങൾ എന്തിൽ തൂങ്ങിയിട്ടുണ്ടെങ്കിലും അത് കാലഹരണപ്പെട്ടു പോകും. എന്നിട്ട് നീ കാലഹരണപ്പെട്ടില്ല, ഞാൻ തൂങ്ങിയിട്ട്. മനുഷ്യ ആ ജയ്സ